താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ അതിങ്ങനെ തീരാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് ശ്വേതാ മേനോൻ നൽകിയ ഹർജി ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട ഹർജിക്ക് എന്ത് പ്രസക്തിയുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം പിഷാരടി അടക്കം ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു, രാജിവെച്ചിരുന്നു. നേരത്തെ കേസ് പരിഗണിച്ച കോടതി അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതും പ്രധാനപ്പെട്ട ഒന്നാണ്. നവമി ദിനേശ് ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇതിപ്പോൾ അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിക്ക് ഇപ്പോൾ എന്ത് പ്രസക്തി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ. അതിൻ്റെ കൺവീനർ കൂടിയായ പിഷാരടി അടക്കം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല, അവരുടെ സാധന സാമഗ്രികളൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ കോടതിയുടെ നിയമപരമായ നടപടിയുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, അഡ്ഹോക് കമ്മിറ്റി മാത്രമല്ല പലരും ചോദിക്കുന്നത് ഈ താരസംഘടനയ്ക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു സാധുത ചോദ്യം ചെയ്തുകൊണ്ട് അമ്മയിലെ രാജ്യപ്രഖ്യാപനം നടത്തുകയും പിന്നീട് എഴുതി നൽകിയിട്ടില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്ത ശ്വേതാ മേനോൻ തന്നെയാണ് ഇതിനെല്ലാം എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കാരണം ഇതിൽ ശ്വേതാ മേനോനാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നത്. തുടർന്ന് കോടതി ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം നിർത്തിവെക്കാനായിട്ട് പറയുകയും ചെയ്തു. ഇപ്പോൾ അതിൽ അഡ്ഹോക് കമ്മിറ്റി തന്നെ അതിൽ തങ്ങളില്ല എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുകയും വന്നിട്ടുണ്ട്. പലരും തന്നെയും അതിൽ തുടരാനില്ല എന്നൊരു നിലപാടിലാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ ഹർജി ഇപ്പോൾ വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അത് എന്താണ്, ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ അഡ്ഹോക് കമ്മിറ്റി പൂർണ്ണമായും പിരിഞ്ഞിട്ടില്ല, അതിൽ തങ്ങൾ ചിലരെങ്കിലും പ്രവർത്തനം ഉണ്ട് എന്ന രീതിയിലല്ല പറയുന്നു. മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊഹാപോഹങ്ങൾ മാത്രം നിലനിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിലെങ്കിലും ഒരു വ്യക്തത ഈ കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അഡ്ഹോക് കമ്മിറ്റി ഇനി തുടരേണ്ടതില്ല എന്ന രീതിയിലേക്ക് നിലപാടെടുക്കുമോ എന്നത് അറിയത്തില്ല. ഏതായാലും ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ മുന്നോട്ട് പോയത്. ശ്വേതാ മേനോൻ ആകട്ടെ താൻ രാജ്യപ്രഖ്യാപനം മാത്രമേ നടത്തിയിട്ടുള്ളൂ, രാജിവെച്ചിട്ടില്ല, താൻ തന്നെയാണ് പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് വരികയും ചെയ്ത സാധ്യതയുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയിൽ തുടരാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിലവിലെ ഭരണസമിതി മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയാവും കാര്യങ്ങൾ ഉണ്ടാകുക. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അമ്മയിലെ പോരെ ഇപ്പോഴും തന്നെ തുടരുകയാണ്, അതിലൊരു മാറ്റവുമില്ലാതെ തന്നെ പോകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി നടപടികൾ. അഡ്ഹോക് കമ്മിറ്റിയുടെ എന്താണ് സാധ്യത, അതിൻ്റെ സാധ്യതകൾ എന്ത് എന്നതെല്ലാം കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുമെന്ന് തന്നെ കരുതുകയാണ്. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ കേസും വഴക്കും മറ്റുമാണ്. നടി അൻസിബ ഹസന്റെ പരാതിയിൽ കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടൻ ടിനി ടോം മുൻകൂർ ജാമ്യം തേടി എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഡാനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ടിനി ടോമിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് പോലും തെറ്റുപറ്റിയെന്നുള്ള അൻസിബയുടെ വാദമുണ്ട്. പോലീസ് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം തേടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ കേസിൻ്റെ ഗൗരവം കൂടി ടിനി ടോം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിൽ ടിനി ടോമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയെ സമീപിച്ചത്, ജാമ്യം തേടിക്കൊണ്ട് കോടതിയിൽ സമീപിച്ചത്. അതിൽ ഇന്ന് കോടതി അതിൽ പ്രോസിക്യൂഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് നിലപാട് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസിബ കടവന്ത്ര പോലീസിനെ സമീപിക്കുമ്പോൾ പോലീസ് എടുത്ത നിലപാടെതിരെ യാതൊരു രീതിയിലുള്ള തെളിവും ടിനി ടോമിനെതിരെ കേസെടുക്കാൻ ഇല്ല എന്ന് തന്നെയായിരുന്നു. കാരണം ഇതിൽ ആരോപിക്കുന്ന മതവിദ്വേഷം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, സ്ത്രീത്വത്തെ അപമാനിച്ചതായി വിവിധ വകുപ്പുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു തെളിവുമില്ല എന്ന് കടവന്ത്ര പോലീസ് തന്നെയാണ് റിപ്പോർട്ട് നൽകിയത്. അതിനുശേഷമാണ് അൻസിബ കോടതിയെ സമീപിക്കുകയും അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പോലീസിനെ കേസെടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. പക്ഷേ അതിലും മറ്റ് തുടർ നടപടികളിലേക്ക് പോവുകയോ മറ്റ് മൊഴിയെടുപ്പിക്കുകയോ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോവുകയോ ഉണ്ടായിട്ടില്ല. ഏതായാലും അതിലാണ് ഇപ്പോൾ ടിനി ടോം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടാണ് നടപടികളുടെ ഭാഗമായിട്ട് മുൻകൂർ ജാമ്യം തേടുകയാണ് ടിനി ടോം ചെയ്തിരിക്കുന്നത്. ഏതായാലും ആ കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ തങ്ങളുടെ നിലപാട് കൂടി ഇന്ന് കോടതിയെ അറിയിക്കും. ജാമ്യത്തെ എതിർക്കുമോ മറ്റെന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കാനുള്ളത്, നേരത്തെ എടുത്ത പോലീസിൻ്റെ നിലപാടുകൾ അടക്കം ഇതിൽ കോടതിയിൽ മുൻപാകെ പ്രോസിക്യൂഷൻ സമർപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.